ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ചില സഭാ വളർച്ചകളുടെ കാര്യത്തെക്കുറിച്ച് വിവിധ സ്റ്റേറ്റുകളിലായിട്ടുള്ള ഒരു കമ്പയറിംഗ് സ്റ്റഡി പോലെ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ചില ദിവസങ്ങളായി പഞ്ചാബിലെയും ഛത്തീസ്ഗഡിലെയും തെലങ്കാന, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ക്രിസ്തീയ സഭകളുടെ വളർച്ചയെക്കുറിച്ചുള്ള ചില വീഡിയോകൾ ഇതിനു മുമ്പ് ഞാൻ ചെയ്യുവാനിടയായി തീർന്നു. എന്നാൽ ഇന്ന് ഞാൻ വ്യത്യസ്തമാകുന്ന രീതിയിൽ പഞ്ചാബിലെയും ഛത്തീസ്ഗഡിലെയും സഭാ വളർച്ചയോടൊപ്പം തന്നെ കേരളത്തിലെ സഭാ വളർച്ചയെക്കുറിച്ചും ചില കാര്യങ്ങൾ ഊന്നി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് മനസ്സിലാകുന്നത് പോലെ പഞ്ചാബിൽ നിന്ന് വളരെയധികം ഉണർവിൻ്റെ ഒരു കാലഘട്ടമാണ്. അനേക ഓർഗനൈസേഷനുകൾ ഇല്ലെങ്കിൽ ദൈവദാസന്മാരിലൂടെ വലിയ ഉണർവ് പഞ്ചാബിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് കേരളത്തിലെ മലയാളം ചാനലുകൾ മാത്രമല്ല, അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകൾ മാത്രമല്ല, നോർത്ത് ഇന്ത്യയിലെ വിവിധ ചാനലുകൾ, ക്രിസ്ത്യൻ ചാനലുകളല്ല, മറ്റുള്ള ഇതര ചാനലുകൾ അതിനെക്കുറിച്ച് വളരെ വ്യത്യസ്തമാകുന്ന കാര്യങ്ങളും കണ്ടെത്തലുകളും നടത്തി അതൊരു മതപരിവർത്തനം എന്ന രീതിയിലൊക്കെയും അതിനെ മുദ്രകുത്തി അപ്രകാരമുള്ള വികലമാകുന്ന കാഴ്ചപ്പാടുകളെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന വളരെ വ്യത്യസ്തമാകുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ പഞ്ചാബ്, ഛത്തീസ്ഗഡ്, അതുപോലെ തന്നെ കേരളം, ഈ 3 സ്റ്റേറ്റുകളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ 3 സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ സുഗമമായി ക്രിസ്ത്യൻ പ്രവർത്തനങ്ങൾ നടത്തുവാൻ, സഭാപ്രവർത്തനങ്ങൾ നടത്തുവാനുള്ള സുഗമമാകുന്ന ഒരു അന്തരീക്ഷമുള്ള സ്ഥലമാണ് കേരളം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഛത്തീസ്ഗഡിലും അതിൻ്റേതാകുന്ന മതപരമാകുന്ന പൊളിറ്റിക്കൽ പരമാകുന്ന ഒക്കെ തടസ്സങ്ങൾ, ബാരിയേഴ്സുകളൊക്കെയുണ്ട്. സാമൂഹികപരവും അതുപോലെ തന്നെ മറ്റുള്ള അനേക തടസ്സങ്ങൾക്ക് നടുവിൽ വളരെ ഒരു ഉണർവ് അവിടെ സംഭവിക്കുന്നതായി ഈ കഴിഞ്ഞ ചില വർഷങ്ങളായി അത് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാ ദിവസവും നമ്മൾ വിവിധ മീഡിയകളിലൂടെ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഛത്തീസ്ഗഡിലെ സഭാ വളർച്ചയുടെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും സുഗമമല്ലാത്ത അനേക പെർസിക്യൂഷനുകളിലൂടെയാണ് ഛത്തീസ്ഗഡിലെ സഭാ വളർച്ച നടക്കുന്നത്. കഴിഞ്ഞ 2018 അല്ലെങ്കിൽ ഒരു 19 മുതൽ ഇങ്ങോട്ട് 20-21 കാലഘട്ടങ്ങളിലൊക്കെ തുടങ്ങിയ ചില ഈ പെർസിക്യൂഷനുകൾ, സഭ നേരിടുന്ന അനേക തരത്തിലുള്ള പ്രതികൂലങ്ങൾ, അതിൻ്റെ എല്ലാം നടുവിൽ 22, 23, 24 കാലഘട്ടങ്ങളിൽ സഭ നേരിട്ട വലിയ പീഡനങ്ങളുണ്ട്. അനേക സഭകൾ തകർക്കുവാനും കത്തിക്കുവാനും, അനേക വിശ്വാസികൾ മുറിവേൽക്കുവാനും, അതിൽ ചില വ്യക്തിഗതങ്ങൾ മരിച്ചു പോകുവാൻ തക്കവണ്ണം ഇടയായ വലിയ പീഡനങ്ങളൊക്കെ ഛത്തീസ്ഗഡിൽ നടന്നിട്ടുണ്ട്. യാതൊരു തരത്തിലും ക്രിസ്ത്യാനിറ്റിക്ക് സുഗമമല്ലാത്ത ഒരു പ്രവർത്തന മണ്ഡലമാണ് ഛത്തീസ്ഗഡിലുള്ളത്. ഗവൺമെൻറ് പോലും നടത്തിക്കൊണ്ടിരിക്കുന്ന ചില ആൻറ്റി കൺവേർഷൻ ലോ, 10 വർഷം ജാമ്യമില്ലാതെ തടവിലിടുവാനുള്ള നിയമങ്ങൾ പുറപ്പെടുവിച്ച് 2024 ഛത്തീസ്ഗഡ് ഗവൺമെൻറ്, അതായത് കോൺഗ്രസ് ഗവൺമെൻറ് മാറിയതിന് ശേഷം നിലവിൽ വന്ന സർക്കാർ, അല്ലെങ്കിൽ BJPയുടെ സർക്കാർ വലിയ നിയമങ്ങൾ അവിടെ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ 4 ദിവസങ്ങൾക്ക് മുമ്പിൽ മറ്റൊരു നിയമവും കൂടെ ഛത്തീസ്ഗഡിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ്. സാക്ഷികളിലൂടെ ഏത് ഒരു വ്യക്തിയോ സർക്കാരിന് ഇപ്രകാരമുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിവ് കൊടുക്കുന്ന വ്യക്തിയുടെ അവരുടെ രേഖകളും അവരുടെ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ആ വ്യക്തി പറയുന്ന ചില കാര്യങ്ങളിലൂടെ, ചില സാക്ഷ്യങ്ങളിലൂടെ, ചില എവിഡൻസുകളിലൂടെ ആ സഭയെ വീണ്ടും കൂച്ചുവിലങ്ങിടുവാനുള്ള തരത്തിലുള്ളതാകുന്ന പ്രവർത്തനങ്ങൾ ഈ 4-5 ദിവസത്തിന് മുമ്പ് വീണ്ടും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് അതിൻ്റെ ഹിന്ദിയിൽ എഴുതിയതാകുന്ന പത്രക്കുറിപ്പ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ അപ്രകാരമുള്ള വിവിധ തരത്തിലുള്ള ഗവൺമെൻറ് നിയമങ്ങൾ കഠിനമാക്കിക്കൊണ്ടിരിക്കുന്ന ഛത്തീസ്ഗഡിലെ കഴിഞ്ഞ 5 വർഷങ്ങൾക്കുള്ളിൽ വലിയ സഭാ വളർച്ച നടന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഛത്തീസ്ഗഡിലെ ഓരോ ഗ്രാമങ്ങളിലും, ഓരോ മുക്കിലും മൂലയിലും വലിയ വലിയ സഭകൾ ഉടലെടുക്കുകയാണ് ചെയ്യുന്നത്. ചെറിയ പ്രവർത്തനങ്ങളിലൂടെ വലിയ പ്രവൃത്തിയാണ് ദൈവം ഛത്തീസ്ഗഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുഗമമാകുന്ന അന്തരീക്ഷമല്ല, ഗവൺമെൻറ് വളരെയധികം എതിരാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ മതപരമാകുന്ന മറ്റെല്ലാ മേഖലകളിലും അപ്പുറം സുഖകരമല്ലാത്ത ഒരു കാലാവസ്ഥയിൽ ഇടയിലാണ് ഛത്തീസ്ഗഡിലെ സഭ വളർന്നുകൊണ്ടിരിക്കുന്നത്. പബ്ലിക്കായി നമുക്കൊരു ബൈബിൾ പിടിച്ചുകൊണ്ട് പോകുവാൻ കഴിയത്തില്ലാത്ത രീതിയിൽ സഭാപ്രവർത്തനങ്ങൾ പറ്റത്തില്ലാത്തൊരു വീട് വിസിറ്റ് ചെയ്യാൻ പറ്റത്തില്ലാത്ത, ഒരു കോട്ടേജ് മീറ്റിംഗ് നടത്താൻ പറ്റത്തില്ലാത്ത തരത്തിലുള്ള പ്രതികൂലങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില
പിന്നെ ഈ ന്യൂ ഇയർ മീറ്റിങ്ങുകൾക്ക് വേണ്ടി കടന്നുപോയ സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞാൽ സൺഡേയിൽ 1.5 മണിക്കൂറാണ് അവിടുത്തെ ലോക്കൽ ഗവൺമെൻറ് അനുവദിച്ചു കൊടുത്തിരിക്കുന്നത്. വെറും 1.5 മണിക്കൂർ കൊണ്ട് ആരാധന നടത്തി പോരേണ്ട സിറ്റുവേഷൻ ഛത്തീസ്ഗഡിലുണ്ട്. അതായത് രാവിലെ 8-ന് തുടങ്ങിയാൽ 9:30 ആകുമ്പോഴത്തേക്കും പോലീസ് വന്ന് അടപ്പിക്കുന്ന ചർച്ചുകളിൽ ഞാൻ പോയി മീറ്റിംഗ് നടത്തുവാനിടയായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു പാട്ട് പാടി പ്രാർത്ഥിച്ച് ഒരു സന്ദേശം പറയുവാനുള്ള സമയം പോലും കിട്ടത്തില്ലാത്ത രീതിയിൽ എന്താണ് ഛത്തീസ്ഗഡിൽ ചില ആ സഭകളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അപ്രകാരമുള്ള ഗവൺമെൻറ്റിൻ്റെ വലിയ സ്ട്രിക്റ്റായിട്ടുള്ള ലോ നിലനിൽക്കുന്നിടത്ത് പോലും എന്താണ് വലിയ സഭാപ്രവർത്തനങ്ങളിൽ ആ വലിയ തരത്തിലുള്ളതാകുന്ന പ്രവർത്തനങ്ങൾ തുറന്നു വരികയാണ് ചെയ്യുന്നത്. അതിലൂടെ അനേക സഭകൾ എന്താണ് ഉടലെടുക്കുകയാണ് അവിടെ ചെയ്യുന്നത്. വലിയ സഭകൾ രൂപാന്തരം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഛത്തീസ്ഗഡിലെ ഓരോ ഗ്രാമത്തിലും ഓരോ മുക്കിലും മൂലയിലും കടന്നു ചെന്ന് നമ്മൾ പ്രവർത്തിക്കുന്ന ആ ദൈവദാസന്മാരുടെ സഭകളിലൊക്കെ വലിയ കൂട്ടം തന്നെ എന്താണ് രക്ഷിക്കപ്പെട്ട് ദൈവസഭയോട് ചേർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കഴിഞ്ഞ 2023-24 കാലഘട്ടങ്ങളിൽ നാരായണപൂർ അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ നടന്ന ചില പെർസിക്യൂഷനുകളെ നമുക്ക് ഈ നവമാധ്യമങ്ങളിലൂടെ കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലൈവ് വീഡിയോകളൊക്കെ നമ്മുടെ കരങ്ങളിലുണ്ട് എന്നുള്ളതാണ്. അപ്രകാരം അവരുടെ സഭ തകർത്തു, അതിനെ ചുട്ടുകളഞ്ഞു, വിശ്വാസികളെ മുറിവേൽപ്പിച്ചു. 1 മണിക്കൂർ നേരത്തേക്കോ കുറച്ച് സമയത്തേക്കോ കർത്താവിനെ തള്ളിപ്പറഞ്ഞാൽ അവരുടെ താമസ സൗകര്യങ്ങളെ തിരികെ കൊടുക്കാമെന്ന് പറഞ്ഞു. അവരുടെ വസ്തുവകളെ കത്തിച്ച് കളയാതിരിക്കാമെന്നും അവർക്ക് ഗ്രാമത്തിൽ പ്രവേശിക്കുവാനുള്ള അനുവാദം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും ആ വിശ്വാസികൾ തള്ളിപ്പറയാതിരുന്ന് മുഖാന്തരം വഴിവെക്കൽ ദിവസങ്ങളോളം കിടക്കേണ്ടി വന്ന അവസ്ഥകൾ ഛത്തീസ്ഗഡിലാണ്. എന്നാൽ പഞ്ചാബിലെയും കേരളത്തിലെയും അന്തരീക്ഷം മറ്റൊന്നാണ്. പഞ്ചാബിൽ പൊതുമീറ്റിങ്ങുകൾക്ക് തടസ്സങ്ങളില്ല, സഭാപ്രവർത്തനങ്ങൾക്ക് തടസ്സങ്ങളില്ല. എങ്കിലും ചില സോഷ്യൽ ബാരിയേഴ്സുകളും റിലീജിയസ് ബാരിയേഴ്സ്, പൊളിറ്റിക്കൽ പ്രോബ്ലംസുകൾ നിലനിൽക്കുന്നിടത്തും എന്താണ് വലിയ ഉണർവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്രകാരം ഛത്തീസ്ഗഡ്, പഞ്ചാബ് പോലെയുള്ള സ്ഥലങ്ങളിൽ അനേക ബാരിയേഴ്സ് ഉണ്ടായിട്ട് അനേക തടസ്സങ്ങളുണ്ടായിട്ടും സഭ വളരെ ശക്തിയോടുകൂടി വളർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് എന്തുകൊണ്ടാണ് കേരളത്തിൽ ഈ സഭാ വളർച്ച നമുക്ക് മറ്റുള്ള സംസ്ഥാനങ്ങളിലേതുപോലെ ഈ കാലഘട്ടങ്ങളിൽ കാണാൻ കഴിയാതെ വരുന്നതെന്നാണ് എന്നെ ചിന്തിപ്പിച്ചത്, അല്ലെങ്കിൽ ഞാൻ ഒബ്സർവ് ചെയ്യാനിടയായി തീർന്നത്. അപ്പോൾ അവിടെയുള്ള സഭകളുടെ കിടമത്സരങ്ങൾ തന്നെയാണ് അതിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത്. സഭകൾ തമ്മിലുള്ള കിടമത്സരങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ്. സുഖമാകുന്ന അന്തരീക്ഷം ഉണ്ടെങ്കിൽ പോലും എന്താണ് പ്രവർത്തനങ്ങൾക്ക് മടി കാണിക്കുന്ന ദൈവദാസന്മാർ, സഭകൾ ഈ വഴിവെക്കലൊക്കെ നിന്ന് പരസ്യ യോഗങ്ങളൊക്കെ നടത്തി അത് യൂട്യൂബിൽ ഫേസ്ബുക്കിലൊക്കെ അപ്ലോഡ് ചെയ്യുവാൻ മത്സരിക്കുന്ന സഭകളുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരു മത്സര മനോഭാവത്തോടു കൂടി ഞങ്ങളാണ് കൂടുതൽ പരസ്യയോഗം ചെയ്യുന്നത്, ഞങ്ങളുടെ സഭയാണ് ചെയ്യുന്നത്, കൺവെൻഷൻ അറേഞ്ച് ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊക്കെയും അവരെന്താണ് സോഷ്യൽ മീഡിയകളിൽ തങ്ങളുടെ പ്രവർത്തനങ്ങളെ ഇങ്ങനെ പെരുപ്പിച്ച് കാണിക്കാറുണ്ട്. എങ്കിലും വാസ്തവമായി പേഴ്സണൽ ഇവാഞ്ചലിസത്തിന് സാധ്യതയുള്ള കേരളത്തിൽ പേഴ്സണൽ ഇവാഞ്ചലിസം നടക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഈ പഞ്ചാബ്, ഛത്തീസ്ഗഡ് പോലെയുള്ള സ്ഥലങ്ങളിൽ പബ്ലിക് മീറ്റിങ്ങുകൾ കുറവാണ്. സഭായോഗങ്ങൾ പോലും വളരെ ആ റെസ്ട്രിക്ഷനോടുകൂടി നടക്കുന്നിടത്ത് പേഴ്സണൽ ഇവാഞ്ചലിസത്തിന് വലിയ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. വ്യക്തിപരമായ ആളുകളെ കണ്ട് അവരുടെ കാര്യങ്ങളെ ഊന്നൽ കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തിപരമാകുന്ന ആ പേഴ്സണൽ ഇവാഞ്ചലൈസേഷൻ കൂടുതൽ നടക്കുന്നത് ഛത്തീസ്ഗഡിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കൂടുതലും ചെയ്യുന്ന വിശ്വാസികളാണ് അപ്രകാരം ചെയ്യുന്നത്. ഒരു സഭയിൽ വരുന്ന വിശ്വാസി അവന് ലഭിക്കുന്നാകുന്ന ഒരു സന്തോഷവും ഒരു വിടുതലുമൊക്കെ എന്താണ് തങ്ങളുടെ അയൽവക്കക്കാരോടോ കൂട്ടാളികളോടോ പറഞ്ഞിട്ട് അവരെ കൂടെ സഭയിലേക്ക് കൊണ്ടുവരത്തക്ക രീതിയിലേക്ക് ഒരു പ്രവണത ഛത്തീസ്ഗഡിൽ കൂടുതലാണ് എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. കാരണം ഒരു സഭയിൽ ഒരു ആഴ്ച ഒരു വിശ്വാസി കുറഞ്ഞത് 1-2 പേരെ കൊണ്ടുവരുന്നതാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൻ്റെ പോരായ്മ ഒന്ന് പേഴ്സണൽ ഇവാഞ്ചലിസം എന്താണ് ഈ കാലഘട്ടങ്ങളിൽ വളരെയധികം ചെയ്യുവാൻ ദൈവദാസന്മാർ വിമുഖത കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നീട് അവിടുത്തെ സഭകൾ തമ്മിലുള്ള പ്രോബ്ലങ്ങളാണ്. ഒരു സഭ മറ്റൊരു സഭയോട് മത്സരിച്ചുകൊണ്ട് ആ സഭയിൽ നിന്ന് എങ്ങനെയെങ്കിലും ആത്മാക്കളെ തൻ്റെ സഭയിലേക്ക് വലിക്കണം എന്നുള്ള, തൻ്റെ സഭയിലേക്ക് കൂട്ടിച്ചേർക്കണമെന്നുള്ള ഒരു ത്വരയോടുകൂടി പ്രവർത്തിക്കുന്ന അനേക സഭാപ്രവർത്തനങ്ങളെ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ സഭകളുടെ പെരുപ്പമാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒരു സ്ഥലത്ത് തന്നെ ആവശ്യമില്ലാത്ത ഒരു സ്ഥലത്ത് തന്നെ, അതായത് ഒരു പ്രവർത്തനം അവിടെ നിലനിൽക്കുമ്പോൾ അതിനോട് ചുറ്റുവട്ടത്ത് തന്നെ ചെറിയ വീടുകൾ വാടകയ്ക്കെടുത്ത് ഇല്ലെങ്കിൽ ഒരു ചെറിയ ഒരു ഷെഡ് പോലെ സൃഷ്ടിച്ചിട്ട് അവിടെ എന്താണ് ആരാധന തുടങ്ങുക, ആ മറ്റുള്ളവരെ ആകർഷിക്കത്തക്ക രീതിയിലുള്ളതാകുന്ന പ്രവർത്തനങ്ങൾ എന്താണ് ഈ കേരളത്തിൽ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ സഭകൾ തമ്മിലുള്ള കിടമത്സരങ്ങളും ദൈവദാസന്മാരുടെ അലസ മനോഭാവങ്ങളൊക്കെയും എന്താണ് കേരളത്തിൽ ആ സുഗമമായ അന്തരീക്ഷത്തിലും സഭയ്ക്ക് വേണ്ടത്ര വളർച്ച കാണുവാനായിട്ട് കഴിയുന്നില്ല. ഇപ്പം നമ്മൾ കേരളത്തിൽ, ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ കേരളത്തിലാണ് ഏറ്റവും ആളുകൾ കൂടി വരേണ്ട സഭ ഉണ്ടാകേണ്ടത് കേരളത്തിലാണ്, അല്ലേ? വലിയ സഭകൾ ഉണ്ടാകേണ്ടത് കേരളത്തിലായിരുന്നു. കാരണം അത്ര സുഗമമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ കേരളത്തിൽ എന്താണ് അപ്രകാരം വലിയൊരു സഭ നമുക്ക് കാണാൻ കഴിയുന്നില്ല.
എന്നാൽ ആന്ധ്രാപ്രദേശിനെ എടുത്ത് നോക്കുമ്പോൾ, തെലുങ്കാന എടുത്ത് നോക്കുമ്പോൾ, പഞ്ചാബിനെ എടുത്ത് നോക്കുമ്പോൾ, ഛത്തീസ്ഗഡിനെയൊക്കെ എടുത്ത് നോക്കുമ്പോൾ വലിയ വല സഭ, കേരളത്തിനേക്കാളും വലിയ സഭകളുണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇപ്രകാരം വലിയൊരു സഭയുണ്ടാകാത്തത്? എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് അപ്രകാരമുള്ള ഒരു ഇൻ്റർനാഷണലായിട്ടൊരു സുവിശേഷകൻ ഇല്ലേ ഉയർത്തെഴുന്നേക്കാത്തതിൻ്റെ കാര്യം എന്താണെന്നൊക്കെ പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അവിടെ നിന്നെല്ലാം മനസ്സിലാക്കുന്ന ഒന്ന്, അപ്രകാരം ആരെങ്കിലും കേരളത്തിൽ നിന്ന് ഉയർന്നു വരുവാൻ ശ്രമിക്കുകയാണ് എങ്കിൽ ആ വ്യക്തിക്കെതിരെ ഒളിയമ്പുകൾ ചെയ്യാനായിട്ട്, ആ വ്യക്തിയെ തകർത്ത് കളയുവാൻ, ആ വ്യക്തിയെ പിന്നിലേക്ക് പിടിച്ചു വലിക്കുവാൻ, അദ്ദേഹം ക്രിസ്ത്യാനിയല്ല, ഇല്ലെങ്കിൽ സുവിശേഷകനല്ല, അദ്ദേഹത്തിൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങൾ എന്താണ്, ഫേക്കാണ്, അത് ആത്മീകമല്ല, അത് ഭൗതികമാണ്, അല്ലെങ്കിൽ അത് പൈശാചികമാണെന്നൊക്കെ പ്രദർശിപ്പിക്കുവാനായിട്ട് പ്രകടിപ്പിക്കുവാൻ നമ്മൾ കാണിക്കുന്ന ചില തത്രപ്പാടുകളുണ്ട്. അതിലേക്കും എന്താണ്, സഭാ വളർച്ച മുരടിച്ചു പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ എനിക്ക് തോന്നുന്നു പഞ്ചാബ്, ഛത്തീസ്ഗഡ് അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്രകാരമുള്ള പ്രവണതകൾ വലിയ കുറവാണ്. കാരണം പേടിച്ചും ഭയന്നുമൊക്കെയും ഇപ്രകാരമുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഒന്നിനോടൊന്ന് കരം കോർത്ത് പിടിച്ച് മറ്റുള്ളവരുടെ പ്രാർത്ഥനാ സപ്പോർട്ടുകളെ തേടിക്കൊണ്ടാണ് ഇപ്രകാരമുള്ള പ്രവർത്തനങ്ങളൊക്കെ മുമ്പോട്ട് വളർന്നു വരുന്നത്. എന്നാൽ പ്രകാരമുള്ള കാര്യങ്ങളൊന്നും കേരളത്തിൽ എന്താണ്, അവരെ അപ്രകാരമുള്ള പ്രശ്നങ്ങളൊന്നും ബാധിക്കുന്നില്ല. എന്നാൽ അപ്രകാരമുള്ള പ്രശ്നങ്ങൾ ബാധിക്കാതിരിക്കുമ്പോൾ തന്നെ സഭയ്ക്ക് കാര്യമായി വളർച്ച, ഒരു 25 വർഷത്തെ ചരിത്രമെടുത്താൽ കേരളത്തിലെ ഓരോ സഭകളും എന്താണ്, അന്ന് നിലകൊണ്ടതുപോലെ തന്നെ ഇന്നും നിലകൊള്ളുകയാണ്. 25 ആത്മാക്കളെങ്കിൽ 26 അത് കൂടുന്നില്ല, അത് 23 20 ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. പിന്നെ അല്പമെങ്കിലും പ്രവർത്തനങ്ങൾ മേഖലകളിൽ ഈ ത്വരിതഗതിയിലുള്ളൊരു വളർച്ച കാണുന്നത് ന്യൂ ജനറേഷൻ സഭകളിലാണ് കാണുവാൻ കഴിയുന്നത്. എന്നാൽ ഈ ന്യൂ ജനറേഷൻ സഭകളെ നമ്മൾ പഠിക്കുമ്പോൾ അവർ വചനത്തെക്കാൾ ഉപരിയായി ദൈവവചനത്തിൻ്റെ ഉപദേശങ്ങളെക്കാൾ ഉപരിയായി ഭൗതികമാകുന്ന കാര്യങ്ങളിലേക്ക് സഭയെ വലിച്ചുകൊണ്ട് പോവുകയാണ് അവർ ചെയ്യാറുള്ളത്. അതായത് ശാരീരികപരമാകുന്ന സൗഖ്യങ്ങൾ, മെറ്റീരിയൽ ബ്ലെസ്സിങ്സുകൾക്കൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദൈവസഭയെ ദൈവത്തിൻ്റെ വചനങ്ങളെ പഠിപ്പിക്കാതെ, ഉപദേശങ്ങളെ പഠിപ്പിക്കാതെ, ദൈവരാജ്യത്തിൽ ഉറപ്പിക്കാതെ കേവലം രോഗസൗഖ്യത്തിനും അതുപോലെ തന്നെ ശാപം മുറിക്കൽ പോലെയുള്ള കാര്യങ്ങൾക്ക് പിന്നാലെയും ആത്മീകപരമല്ല, അത് ഭൗതികപരമാകുന്ന ബ്ലെസ്സിങ്ങുകൾ എങ്ങനെ പ്രാപിക്കാം എന്നുള്ളതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത് കൊണ്ട് അപ്രകാരമുള്ള സഭകളുടെ ബലത്തെക്കുറിച്ച് നമ്മളിന്ന് ആഴത്തിൽ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഈ പഞ്ചാബ്, ഛത്തീസ്ഗഡ് പോലെയുള്ള സ്ഥലങ്ങളിൽ ഇപ്രകാരമുള്ള മെറ്റീരിയൽ ബ്ലെസ്സിങ്ങുകളെക്കാൾ ഉപരിയായി സ്വർഗരാജ്യത്തിലേക്ക് ആളുകളെ ആകർഷിക്കുവാൻ തക്കവണ്ണമുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതാണ് ദൈവം സാധാരണയായി ഇപ്രകാരമുള്ള സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ സഭയ്ക്ക് വേണ്ടി വാതിലുകളെ തുറന്നു കൊടുക്കുന്നത്. എന്നാൽ കേരളത്തിൽ ഇപ്രകാരമുള്ള വാതിലുകളെ തുറന്നു കിട്ടിയ കാലഘട്ടങ്ങളിൽ പോലും എന്താണ്, സഭാപ്രവർത്തനങ്ങൾ വേണ്ട രീതിയിൽ ചെയ്യുവാൻ കഴിയാതെ കിടമത്സരങ്ങളാലും അപ്രകാരമുള്ള മറ്റുള്ള സഭകളിൽ നിന്ന് ആളുകളെ അപഹരിക്കുവാനും മറ്റുള്ള സഭകളെ ഈ അപവാദങ്ങൾ പറഞ്ഞ് അതിലെ ദൈവദാസന്മാരെയും സഭകളെയും എന്താണ് താഴ്ത്തി കെട്ടത്തക്ക രീതിയിലുള്ള അനേക പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രവണതകൾക്ക് നടുവിൽ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ കഴിയാതെ പോകുന്ന ഒരു കാലഘട്ടമുണ്ട്. പിന്നെ വിശ്വാസികളും പാസ്റ്റേഴ്സും തമ്മിലുള്ളൊരു മത്സരം കേരളത്തിൽ കൂടുതലായി നടക്കാറുണ്ട്. 3 വർഷം കൂടുമ്പോൾ, 2 വർഷം കൂടുമ്പോൾ, ചിലപ്പോൾ 1 വർഷം കൂടുമ്പോൾ തന്നെ ഒരു സഭയിൽ നിന്നും ദൈവദാസനെ മറ്റൊരു സഭയിലേക്ക് പറഞ്ഞു വിടേണ്ട ഒരു സന്ദർഭം എന്നാണ്, സാഹചര്യം കേരളത്തിൽ ഉടലെടുക്കുന്നുണ്ടെന്നുള്ളതാണ്. ഒരുപാട് സഭകളെ നമുക്കറിയാം, 1 വർഷം 2 വർഷം 3 വർഷമൊക്കെ ദൈവദാസന്മാർ വളരെ കഷ്ടിച്ച് നിവൃത്തിയില്ലാതെ ആ സഭയിൽ ചിലവഴിക്കേണ്ടി ഇല്ലെങ്കിൽ നിൽക്കേണ്ടി വരുന്നതാകുന്ന അവസ്ഥ. അപ്പോൾ അവിടെ തന്നെ ആത്മീയ ശുശ്രൂഷകൾ വെളിപ്പെടാതെ വരുന്നുണ്ട്. എന്നാലും ഞാൻ ഛത്തീസ്ഗഡിൽ, പഞ്ചാബ് പോലെയുള്ള സ്ഥലങ്ങളിൽ ഒബ്സർവ് ചെയ്തു, ഒരു ദൈവദാസൻ ഒരു സഭയിൽ 20 വർഷം 25 വർഷം 15 വർഷം ഒക്കെ ഒരു ദൈവദാസൻ ഒരു സഭയിൽ നിന്നുകൊണ്ട് ശുശ്രൂഷിക്കുകയാണ് ചെയ്യുന്നത്. അത് AGയുടെ സഭയാണെന്ന് പറഞ്ഞാലും IPSയുടെ സഭകളിലൊക്കെ മാറ്റങ്ങളുണ്ടെങ്കിലും മിക്കവാറും സഭകളിലൊക്കെ ഞാൻ കാണുന്നത് ഒരു ദൈവദാസൻ വർഷങ്ങളോളം അവിടെ നിന്ന് എന്താണ് സുവിശേഷ പ്രവർത്തനം ചെയ്യുന്നത്. എനിക്കറിയാവുന്ന അനേക ദൈവദാസന്മാർ 25, 30, 18, 20 വർഷങ്ങളൊക്കെയായി ഒരു സഭയിൽ നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അവിടെ വിശ്വാസികളും പാസ്റ്റേഴ്സും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ കേരളത്തിലെ പോലെ പാസ്റ്റർ വിശ്വാസം തമ്മിലൊരു മത്സരം ഉണ്ടാകുന്നില്ല, ഒരു യുദ്ധം അവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ സഭയ്ക്ക് നല്ലൊരു വളർച്ചയ്ക്ക് ദൈവം എന്താണ് വാതിലുകളെ തുറന്നു കൊടുക്കുവാനിടയായി തീരും. എന്നാൽ കേരളത്തിൽ സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കെ തന്നെ വളരെ വിരളം സഭകൾ മാത്രമാണ് എണ്ണത്തിൽ ഒന്ന് വർദ്ധിക്കുന്നത് വർഷത്തിലെങ്കിലും. നമ്മൾ മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് കേരളത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല സഭകൾ, ഏറ്റവും വലിയ സഭകൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഒരു സ്ഥലമായിരുന്നു കേരളം. അതായത് 100 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പെന്തക്കോസ്തിൻ്റെ ഉണർവുണ്ടായി. ആ പെന്തക്കോസ്തിൻ്റെ ജ്വാലകൾ മറ്റുള്ള സ്റ്റേറ്റുകളിലേക്ക് പടർന്നു പിടിക്കാൻ കാരണമാകുന്ന സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിലെ സഭാ വളർച്ചയെയും അവിടുത്തെ സുവിശേഷ പ്രവർത്തനങ്ങളെയും വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ
താരതമ്യം ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? കേരളത്തിലെ സഭാ വളർച്ച അത് താഴോട്ട് പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അനേക പെന്തക്കോസ്ത് വിശ്വാസികൾ അവരുടെ സഭയിൽ നിന്ന് അകന്നുപോയി. അവർ മറ്റുള്ളതാകുന്ന ആ പഴയ വിശ്വാസങ്ങളിലേക്ക് മടങ്ങിപ്പോയവരുണ്ട്. അതുപോലെ പുതുതലമുറ ഒരിക്കലും സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി സമർപ്പിക്കാറില്ല. ഇന്ന് കേരളത്തിലെ ബൈബിൾ കോളേജിൽ കുട്ടികളെ ലഭിക്കാത്തത് കൊണ്ട് നോർത്ത് ഇന്ത്യൻ കുട്ടികളെ ലഭിക്കുന്നതിന് വേണ്ടി അനേക ബൈബിൾ കോളേജിലെ അധ്യാപകർ എന്നെ വിളിക്കാറുണ്ട്, എന്നോട് ചോദിക്കാറുണ്ട്, നോർത്തിൽ നിന്നും കുട്ടികളെ പറഞ്ഞയക്കാമോ? കാരണം കേരളത്തിൽ കുട്ടികൾ പഠിക്കുവാനില്ല. അവർ എഞ്ചിനീയറിങ്, അതുപോലെ തന്നെ ഡോക്ടർമാരാകണം, നഴ്സുമാരാകുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ മറ്റുള്ള ഇതര മേഖലകളിലേക്ക് അവർ ചുവട് വെക്കുമ്പോൾ സുവിശേഷ പ്രവർത്തനങ്ങൾക്കോ അതുപോലെ തന്നെ ദൈവികപരമാകുന്ന കാര്യങ്ങൾക്കോ യൂത്ത് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ നോർത്ത് ഇന്ത്യൻ ചർച്ചുകളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഓരോ സഭകളിലും അനേക വ്യക്തിജീവിതങ്ങൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി തയ്യാറാകുന്നുണ്ട്. ഒരു സഭയിൽ നിന്ന് 15 കുട്ടികൾ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന ഒരു സഭ എനിക്കറിയാം. 15 കുട്ടികളാണ് ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിലുള്ള ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അനേക സഭകൾ ഇപ്രകാരമുള്ള കുഞ്ഞുങ്ങളെ തിരഞ്ഞെടുത്ത് ബൈബിൾ കോളേജിൽ പഠിക്കുവാനായിട്ട് അയക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ ഇപ്രകാരം യുവതലമുറകൾ ബൈബിൾ കോളേജിലേക്ക് സമർപ്പിക്കുവാനോ ബൈബിൾ പഠിക്കുവാനോ ദൈവരാജ്യത്തിന് വേണ്ടി തങ്ങളുടെ പ്രവർത്തനങ്ങളെ മാറ്റിവെക്കുവാനോ തയ്യാറാകുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അത് സഭാ വളർച്ചയുടെ പോരായ്മയാണ്. ഇല്ലെങ്കിൽ ദൈവദാസന്മാർ, കുടുംബങ്ങൾ, വിശ്വാസികളായിരിക്കുന്നവർ ദൈവവേലയ്ക്ക് വേണ്ടി തങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ സഭയിൽ നടക്കുന്നതാകുന്ന പ്രവൃത്തികളെ കണ്ടും കേട്ടും അവരുടെ പിതാക്കന്മാർ ദൈവസഭയിൽ പാസ്റ്റർമാരായിട്ടിരിക്കുന്ന അവരനുഭവിക്കുന്ന തിക്താനുഭവങ്ങൾ കണ്ടിട്ട് കുഞ്ഞുങ്ങൾ ഈ ദൈവവേലയിലേക്ക് കടന്നു വരാതെ ആക്കുന്നൊരു പ്രവണത കേരളത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ സഭാപ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുകയും സഭകൾ വളരാതിരിക്കുകയും തലമുറകൾ ദൈവരാജ്യത്തിന് വേണ്ടി സമർപ്പിക്കാതെ ഇരിക്കുകയും ചെയ്യുന്നത്. ഇത്രയും സുഗമമാകുന്ന ഒരു അന്തരീക്ഷം നമുക്ക് ലഭ്യമായിട്ടും എന്തുകൊണ്ടാണ് വേഗത്തിലൊരു സഭാ വളർച്ച കേരളത്തിൽ കാണാത്തത്? എന്തുകൊണ്ടാണ് വിശ്വാസികൾ വർദ്ധിക്കാതിരിക്കുന്നത്? പണ്ടുണ്ടായ വിശ്വാസികൾ ബയോളജിക്കൽ ഗ്രോത്ത് ഉണ്ടാകുന്നതല്ലാതെ ആത്മീയപരമായി ഒരു സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാകുന്നു അതുപോലും ഇല്ല. അതുപോലെ തന്നെ വിശ്വാസികളുടെ എണ്ണം വർദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് കേരളത്തിലെ ഏറ്റവും വലിയ പരിതാപകരമാകുന്ന അവസ്ഥ. പെന്തക്കോസ്ത് സഭകളിൽ പഴയ ട്രഡീഷണൽ ചർച്ചുകളുണ്ട്, മുഖ്യധാര ചർച്ചുകളുണ്ട്. അവരുടെ സഭകൾ പോലും കഴിഞ്ഞ ഒരു 15-20 വർഷം മുമ്പുള്ള അതേ വിശ്വാസികൾ അതേ എണ്ണമായി ഇരിക്കുന്ന അനേക സഭകളുണ്ട്. പക്ഷേ നോർത്ത് ഇന്ത്യയുടെ സഭകളിൽ നമ്മളൊരു 5 വർഷം മുമ്പ് കടന്നു ചെന്ന സഭയിൽ ഇന്ന് കടന്നു ചെന്നാൽ നമ്മൾ അതിശയിച്ച് പോകുമാർ വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഛത്തീസ്ഗഡ് പോലെ ഇത്ര പെർസിക്യൂഷനുള്ള റെസ്ട്രിക്ഷൻസുള്ള ഗവൺമെൻറ് റെഗുലേഷൻസുകളുള്ള ഒരു നാട്ടിൽ സഭ ഇങ്ങനെ വളർത്തുന്നതെന്ന് നമ്മൾ പഠിക്കേണ്ടത് ആവശ്യമാണ്, നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. എസ്പെഷ്യലി കേരളത്തിലെ ദൈവദാസന്മാർ ഇവിടെ വന്ന് കണ്ട് പഠിച്ച് മടങ്ങിപ്പോയി അവരുടെ പ്രവർത്തന മേഖലകളിൽ അത് നടപ്പിലാക്കേണ്ടത് ആവശ്യമാണെന്നാണ് എനിക്ക് പറയുവാനുള്ള കാര്യങ്ങൾ. ഒരുപക്ഷേ കേരളത്തിലെ പോലെ സാമ്പത്തികമൊന്നും ഇവിടുത്തെ സഭകളിലുള്ള ദൈവദാസന്മാർക്കോ അല്ലെങ്കിൽ ദൈവമക്കൾക്കോ കൊടുക്കുവാനില്ലായിരിക്കും. പക്ഷേ ആത്മീയപരമാകുന്ന വർധനവും സഭയിലുള്ള ആത്മാക്കളുടെ വർധനവും കേരളത്തിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ പഞ്ചാബിൽ അത് വളരെയധികം മുമ്പോട്ട് പോയിരിക്കുന്നു. ഛത്തീസ്ഗഡിലും അപ്രകാരം വളർന്നു വരുന്ന ഒരു സഭാ വളർച്ച നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ കേരളത്തിൽ അതില്ലാതെ വരുന്ന എന്തുകൊണ്ടാണെന്ന് അവിടെയുള്ള മിഷൻ പ്രവർത്തനങ്ങളും സംഘടനകളും ദൈവദാസന്മാരും അത് ആഴത്തിൽ നിന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു, അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത് തങ്ങളുടേതാകുന്ന പ്രവർത്തനങ്ങളുടെ കുഴപ്പങ്ങളാണെങ്കിൽ, സഭകളുടെ കുഴപ്പങ്ങളാണെങ്കിൽ, സംഘടനകളുടെ കുഴപ്പങ്ങളാണെങ്കിൽ അതിനെ എല്ലാം കണ്ടെത്തി മാറ്റി കേരളം മറ്റുള്ള സംസ്ഥാനങ്ങളെക്കാൾ ഉപരിയായി ആത്മീയ വർധനവിനും ആത്മാക്കളുടെ വർധനവിനും കാരണമാകത്തക്ക രീതിയിൽ പ്രവർത്തിക്കണമെന്നുള്ള ഒരാശീർവാദത്തോടു കൂടി ഞാൻ എൻ്റെ ഈ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാവട്ടെ.